ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻസിനെ കുറിച്ചിട്ടാണോ. ടെൻസ് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. ടെൻസ് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ടെൻസിനെ പറ്റിയിട്ട് കുറച്ച് ധാരണ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെൻസ് എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. എന്താണ് ടെൻസിൻ്റെ അർത്ഥം? ടെൻസ് എന്നതിൻ്റെ അർത്ഥം കാലം എന്നാണ്. നമുക്കറിയാം, മലയാളത്തിൽ നമ്മൾ പറയുന്നത് പോലെ വർത്തമാനകാലം, അതേപോലെ ഭൂതകാലം, ഭാവി കാലം എന്നുള്ള ഈ കാലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കാലങ്ങളൊക്കെ ഇംഗ്ലീഷിലുമുണ്ട്. അപ്പോൾ ഈ കാലങ്ങളാണ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടെൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അർത്ഥം എന്താണ്? കാലം എന്നാണ്. അപ്പോൾ ഏതൊക്കെ കാലങ്ങളാണ് മലയാളത്തിലുള്ളത്? നമ്മൾ പറയില്ല മലയാളത്തിലുള്ള കാലങ്ങൾ ഏതൊക്കെ, അതേ കാലം തന്നെയാണ് ഇംഗ്ലീഷിലുള്ളതും. പക്ഷെ അതിൻ്റെ പേര് ഇംഗ്ലീഷിലേക്ക് എത്തുമ്പോൾ ഇംഗ്ലീഷിലാവും എന്ന് മാത്രം. നമ്മൾ മലയാളത്തിൽ പറയുന്നുണ്ട് എന്ത്? വർത്തമാനകാലം അല്ലേ? ഈ വർത്തമാനകാലത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് പ്രസൻറ്റ് ടെൻസ്. അതേപോലെ നമ്മൾ മലയാളത്തിൽ പറയാറുള്ളത് ഭൂതകാലം എന്ന്. ഈ ഭൂതകാലത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ്? പാസ്റ്റ് ടെൻസ്. ഈ ഭൂതകാലത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ്? പാസ്റ്റ് ടെൻസ്. പിന്നെ നമ്മൾ പറയാറുണ്ട് മലയാളത്തിൽ ഏത്? ഭാവി കാലം എന്ന് പറയാറുണ്ടല്ലേ. ഈ ഭാവി കാലത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ്? ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ ഇത് തന്നെയാണ് ആക്ച്വലി മലയാളത്തിൽ ഉള്ള ആ കാലങ്ങൾ തന്നെയാണ് ഇംഗ്ലീഷിലും ഉള്ളത്. അല്ലാതെ കാലം മലയാളത്തിൽ ഇംഗ്ലീഷിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വർത്തമാനകാലത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് പ്രസൻറ്റ് ടെൻസും, ഭാവി കാലത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഫ്യൂച്ചർ ടെൻസും, അതേപോലെ ഭൂതകാലത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് പാസ്റ്റ് ടെൻസും ആണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ടെൻസ് എന്ന് പറഞ്ഞാൽ കാലം എന്നാണ് അർത്ഥം. വർത്തമാനകാലം, ഭാവി കാലം, ഭൂതകാലം മലയാളത്തിലാവുമ്പോൾ, ഇംഗ്ലീഷിലാവുമ്പോൾ അത് പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇത്രയേ ഉള്ളൂ സംഗതി. പിന്നെ നമുക്കിതിനെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ ഈ പ്രസൻറ്റ് ടെൻസ് എന്തൊക്കെയാണുള്ളതും, പാസ്റ്റ് ടെൻസ് എന്താണെന്നുള്ളതും, ഫ്യൂച്ചർ ടെൻസ് എന്താണെന്നുള്ളതും, അതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഇതിനൊക്കെ എന്തുണ്ട്? ഈ പ്രസൻറ്റ് ടെൻസ് നമ്മൾ പറഞ്ഞ ഈ വർത്തമാനകാലത്തിന് പിന്നെയും അതിൻ്റെ 4 ഭാഗമുണ്ട്. അതേപോലെ പാസ്റ്റ് ടെൻസിനും അതിൻ്റെ 4 ഭാഗങ്ങളുണ്ട്. ഫ്യൂച്ചർ ടെൻസിനും അതേപോലെ 4 ഭാഗങ്ങളുണ്ട്. പ്രസൻറ്റ് ടെൻസിൻ്റെ 4ഉം പാസ്റ്റ് ടെൻസിൻ്റെ 4ഉം ഫ്യൂച്ചർ ടെൻസിൻ്റെ 4ഉം, അങ്ങനെ ഈ 3 4 12. അങ്ങനെ 12 ടെൻസാണ് ഇംഗ്ലീഷിലുള്ളത്. നമുക്ക് പഠിക്കാനുള്ളത് 12 ടെൻസാണ് ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് ആ 12 ടെൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പ്രസൻറ്റ് ടെൻസിലുള്ള ആ 4 ടെൻസുകൾ ഏതൊക്കെയാണ് നോക്കാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് ടെൻസിലുള്ള 4 ടെൻസുകൾ ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇങ്ങനെ 4 ടെൻസാണ് പ്രസൻറ്റ് ടെൻസിലുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ പാസ്റ്റ് ടെൻസിലും 4 എണ്ണമുണ്ട്, ഫ്യൂച്ചർ ടെൻസിലും 4 എണ്ണമുണ്ട്. പാസ്റ്റിലും ഫ്യൂച്ചറിലും 4 എണ്ണമുണ്ട്, പ്രസൻറ്റിലും 4 എണ്ണമുണ്ട്. ഇനി പാസ്റ്റ് ടെൻസിൻ്റെ 4 രൂപം ഏതൊക്കെയാണ് നോക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, മേലെ കണ്ട അതേ രൂപം തന്നെയാണ്, അതേ സ്ട്രക്ചറാണ് സംഭവം. സ്ട്രക്ചറൊക്കെ സെയിം ആണ്. അപ്പോൾ അവിടെ പ്രസൻറ്റ് എന്നുള്ളത് ഇവിടെ എന്തായി? പാസ്റ്റ് എന്നായി മാറി. അത്രേ ഉള്ളൂ. മുകളിൽ കണ്ടില്ലേ, സിമ്പിൾ പ്രസൻറ്റ് എന്നുള്ളത് ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസായി. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്നുള്ളത് താഴെ എന്തായി? പാസ്റ്റ് കണ്ടിന്യൂസ് എന്നായി. മുകളിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നുള്ളത് താഴെ പാസ്റ്റ് പെർഫെക്റ്റ് എന്നായി. മുകളിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നായി താഴെ. അപ്പോൾ സ്ട്രക്ചറുകളൊക്കെ ഒരേപോലെയാണ്. അപ്പോൾ നിങ്ങൾ ആ മുകളിലത്തെ സ്ട്രക്ചർ അഥവാ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ പാസ്റ്റിൻ്റെയും ഫ്യൂച്ചറിൻ്റെതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആ മുകളിലത്തെ സ്ട്രക്ചർ അഥവാ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ ശരിക്കും പഠിക്കുക. അപ്പോൾ അതിന് പാസ്റ്റും ഫ്യൂച്ചറൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇനി ഫ്യൂച്ചർ ടെൻസും ഇതേപോലെ തന്നെയാണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്.
അപ്പോൾ ഇതാണ് സംഭവം. ഈ 12 ടെൻസാണ് ഇംഗ്ലീഷിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? പ്രസൻറ്റിൽ 4 പാസ്റ്റിൽ 4, ഫ്യൂച്ചറിൽ 4. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഓരോന്ന് ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എവിടെയാണ് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്, അതേപോലെ അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, എങ്ങനെയൊക്കെയാണ് അത് എഴുതേണ്ടത്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടെയാണ് ഉപയോഗിക്കുക, അതിൻ്റെ സ്ട്രക്ചർ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ, അങ്ങനെ ഓരോന്ന് നമുക്ക് 1 by 1 ആയിട്ട് ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, ഇനി വീണ്ടും അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.